അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കേരളത്തിൽ സുലഭമായി ഉള്ള ഒരു ബിസിനസ് സംരംഭമാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. നല്ലൊരു ബിസിനസ് മേഖലയാണത്. അത് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാത്ത ബിസിനസ്സുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ന് ഞാനൊരു സ്ക്രാപ്പിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ ഞാൻ ചവിട്ടുന്നിടത്തേക്ക് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ് കാണാനിടയുണ്ടായത് വിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ ഫോട്ടോയാണ്. ഞാനതെടുത്ത് നോക്കിയപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞത് മഹദറത്തുൽ ബദരിയയുടെ ഏടാണ്. ആദരണീയരായ നമ്മുടെ ശൈഖുന ഉസ്താദ് അവറുകൾ നമ്മോട് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച മഹദറത്തുൽ ബദരിയ, അതിൽ അള്ളാഹുവിൻ്റെ നാമമുണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുണ്ട്, അതുപോലെ ബദരീങ്ങളുടെ പേരുണ്ട്, ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്. ഈ മഹത്തായ ഈ മഹദറത്തുൽ ബദരിയ എഴുതിയ ഒരു പുസ്തകം നമ്മുടെ CM ചാരിറ്റി സെല്ല് ഇറക്കിയ പുസ്തകം, ഒരു ഏട്, മഹദറത്തുൽ ബദരിയുടെ ഏട്. അതും ചവിട്ടി നിൽക്കുന്ന ഒരവസ്ഥ എന്നിൽ നിന്നുണ്ടായി. ഞാനാകെ അത്ഭുതപ്പെട്ടു. അതെടുത്ത് നോക്കിയപ്പോൾ നല്ലൊരു പുസ്തകം. ഇതാണ് ആ പുസ്തകം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്ക്രാപ്പിൻ്റെ സാധനങ്ങൾ വീടുകളിൽ നിന്ന് ഇത്തരം ഷോപ്പുകളിലേക്ക് കൊടുത്തയക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഏടുകളും പുസ്തകങ്ങളും മൗലിദിൻ്റെ ഏടുകളും സബീനകളും ഖുർആനിൻ്റെ കഷ്ണങ്ങളും ഖുർആനും ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് നല്ലോണം സൂക്ഷിക്കണം. ഞാൻ ഇത് ചവിട്ടുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ ആ കടയിൽ വന്നു പോകുന്ന ആളുകളൊക്കെ ചവിട്ടിയിട്ടുണ്ടതുമേ. ഒരുപാട് ആളുകൾ ചവിട്ടിയിട്ടുണ്ട്. അതിൽ മുസ്ലിങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്, മലയാളീസ് ഉണ്ട്, അല്ലാത്തവരുണ്ട്, ഒക്കെയുണ്ട്. ഇതിങ്ങനെ വഴിയരികിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. എത്രമാത്രം വലിയ തെറ്റാണ് നമ്മളിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തയക്കുന്ന ഉമ്മമാർ, സഹോദരന്മാർ, ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തയക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കുക. ഇപ്പം നമ്മുടെ മദ്രസയിലെ പരീക്ഷ കഴിഞ്ഞ് നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികളുടെ മദ്രസ പുസ്തകങ്ങളുണ്ടാകും, വർക്ക് ബുക്ക് എഴുതിയ പുസ്തകങ്ങളുണ്ടാകും. ഇത്തരം പുസ്തകങ്ങളൊക്കെ നമ്മുടെ ആക്രിക്കാർക്ക് മറ്റു പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും പേപ്പറുകളും ഒക്കെ കൊടുത്തയക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ നാമം എഴുതിയ പുസ്തകങ്ങളും ഇത്തരം കാര്യങ്ങളെ കൊടുത്തയക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കുക. ഇതിലൂടെ നമ്മുടെ ഈമാന് പോലും വലിയ പ്രശ്നം ആകുന്ന ഒരവസ്ഥയായി മാറും ഇത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊടുത്തയക്കാതിരിക്കുക. പിന്നെ ഈ മഹദറത്തുൽ ബദരിയ പോലെയുള്ള കാര്യങ്ങൾ ഖുർആനിൽ നോക്കി, അതില്ലെങ്കിൽ ഏടിൽ നോക്കി ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. എങ്കിലും ഇതൊക്കെ ചൊല്ലാൻ ഇങ്ങനെ എടുത്തു വെക്കാൻ സാധിക്കാത്ത ആളുകളൊക്കെ മൊബൈൽ ഫോൺ നോക്കി ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും. ഞാൻ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ട് ചെല്ലുന്നതിനോട് അധികം എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇന്നത് കണ്ടപ്പോൾ എനിക്കങ്ങ് തോന്നിപ്പോയി. അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ഭക്തിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. വലിയ അപകടമാണ്. ബഹുമാനപ്പെട്ട ബിസ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടവർ വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർക്ക് വഴിയിൽ നിന്ന് ഒരു കടലാസ് കിട്ടി. ആ കടലാസിൽ അള്ളാഹുവിൻ്റെ നാമം എഴുതിയ കടലാസാണ്. ബഹുമാനപ്പെട്ട ബിസ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ആ കടലാസ് എടുത്ത് ആ കടലാസ് ഇങ്ങനെ ആകാശലോകത്തേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, സയ്യിദി, അള്ളാഹുവേ, നിൻ്റെ നാമം എഴുതിയ പുസ്തകം, നിൻ്റെ നാമം എഴുതിയ കടലാസ്, സയ്യിദി ഇസ്മുക ഹാഹുനാ മുൽഖയുദാസ്. ബഹുമാനപ്പെട്ട ബിസ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറയാ, ഈ ഏടിങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഈ കടലാസ് ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറയാണ്, റബ്ബേ, നിൻ്റെ നാമം എഴുതിയ ഈ കടലാസ് ആരാണിതിങ്ങനെ ഇട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അതെടുത്ത് കഴുകി കയ്യിലുണ്ടായിരുന്ന ഒരു ദിർഹം എടുത്ത് അതുകൊണ്ട് നല്ലൊരു അത്തറും വാങ്ങി അതിൽ പുരട്ടി നല്ലൊരു സ്ഥലത്തേക്ക് ഉയർത്തി വെച്ചു. ബഹുമാനപ്പെട്ട ബിസ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഇതങ്ങനെ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയൊരു പദവി കൊടുക്കുകയാണ്. എല്ലാ സാഹിത്യങ്ങളുടെയും എല്ലാ മശായിഖന്മാരുടെയും എല്ലാ ഔലിയാക്കന്മാരുടെയും തലപ്പത്ത് നേതാവായി ബഹുമാനപ്പെട്ട ബിസ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു മാറുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്,
ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു ആ സ്ഥാനം കൊടുത്തത്, തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തത് ഈ പേപ്പറിൻ്റെ കഷ്ണം അള്ളാഹുവിൻ്റെ നാമം എഴുതിയ പേപ്പർ എടുത്തു വെച്ചതുകൊണ്ടാണ്. നമുക്ക് കിട്ടിയ അള്ളാഹുവിൻ്റെ നാമം, റസൂലുള്ളാഹിൻ്റെ പേര്, ബദരീങ്ങളുടെ പേര്, ഈ പുസ്തകങ്ങൾ നമ്മൾ ഇതുപോലെ തെരുവിലേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ റിട്ടേൺ നെഗറ്റീവ് നമുക്ക് അടിക്കും. നമ്മൾ വലിയ കുറ്റക്കാരായി മാറും. എത്രത്തോളം നമ്മുടെ ഈമാന് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കായി മാറും. അള്ളാഹുവിൻ്റെ നാമം അതിനെ ബഹുമാനിച്ചില്ലെങ്കിൽ. അള്ളാഹു ബഹുമാനിച്ചതിനെയും അള്ളാഹു ആദരിച്ചതിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അത് നമ്മൾ മുഅ്മിനീങ്ങളുടെ കടമയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാനും ആദരിക്കേണ്ടതിനെ ആദരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഈ മദ്രസയിലെ പുസ്തകങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ആക്കി മാറ്റാൻ നമ്മുടെ നേതാക്കന്മാർ, അതുപോലെ നമ്മുടെ മുത്തുമുഅ്മിനീങ്ങൾ, ഉമ്മത്ത് ഇതിനൊരു നല്ലൊരു സംവിധാനം ഉണ്ടാക്കാനും ശ്രമിക്കണം. പരമാവധി ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ആവശ്യമില്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് അടിക്കുകയും അത് വേണ്ട ആളുകൾ മാത്രം വാങ്ങി വെക്കുകയും ചെയ്യുക. ആവശ്യമില്ലാത്ത ആളുകൾ ഇത് വാങ്ങി ഇതുപോലെ ഇടുന്നൊരവസ്ഥയിലേക്ക് ആയി മാറരുത്. അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ അച്ചടിക്കണ്ടെന്നോ അതിനൊന്നുമല്ല പറയുന്നത്. ഇത് നമ്മുടെ CM ചാരിറ്റി സെല്ല് ഒരുപാട് ആതുര സേവന സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി ഒരുപാട് ആളുകളെ യഥാർത്ഥ വിശ്വാസ ആശയങ്ങളിലേക്ക് കൊണ്ടുവന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് CM ചാരിറ്റി പ്രസ്ഥാനം. ആ മഹത്തായ പ്രസ്ഥാനം ഇറക്കിയ CM ചാരിറ്റി സെല്ലിറക്കിയ ഈ മഹത്തായ ഈ ഏട്, അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് വലിയ ഉപയോഗങ്ങളുണ്ട്. മഹദറത്തുൽ ബദരിയെ ചൊല്ലിയാൽ ഒരുപാട് ഫലങ്ങളുണ്ട്. അത് അനുഭവിച്ച ആളുകൾ ഒരുപാട് ഉണ്ട്. രോഗങ്ങൾ മാറിയവരും അതുപോലെ ആവശ്യങ്ങൾ നിറവേറിയവരും എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്നൊരു കാര്യമാണ് മഹദറത്തുൽ ബദരിയ. അത് ചൊല്ലണം, നമ്മുടെ വീടുകളിൽ പതിവായി ചൊല്ലണം. അള്ളാഹു സുബ്ഹാനഹു തആല അത് ചൊല്ലാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥയിലേക്ക് മാറരുത് എന്ന് ഒരിക്കൽ കൂടി വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.